കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. അതാരും ഒറ്റയ്ക്ക് ഇന്ന് കൂട്ടുന്നേ? നിങ്ങള് എനിക്ക് 1.5 മാസത്തെ പൈസ കിട്ടാനുണ്ട്. അതല്ല, നീ പാട്ടിനകത്ത് എന്തിനാ ലാച്ചി കൂട്ടി? ഇച്ചിരി പൈസ അധികത്തിൽ കിട്ടിയെന്ന് എനിക്ക് 2 പേർക്കും പുളിക്കും. എന്തൊരു കുത്ത. നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എന്റെ പോന്നെ. ദൈവമേ, എന്താ നീ അവളുമാര് വന്ന് തുടങ്ങാടി. തുടങ്ങാം. ദൈവമേ, ഞാനിന്ന് കിടക്കത്തില്ല കേട്ടോ. കിടക്കണ്ട എന്റെ പൊന്നിരമേ, നീ കിടക്കല്ലേ? ഞാൻ കിടക്കത്തില്ല. നേറ്റ് വന്ന് അറിയില്ല. ഞാൻ പറയാൻ മറന്നു പോയി. പരിപാടി അല്ല, ലോണിന് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? പോയി. എടീ, ഗിരിജയുടെ വീട്ടിൽ കിടക്കച്ചേ. ഞാൻ നോക്കിക്കോളാം. പേറ്റ് വരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോണ്ടല്ലോ ഗിരിജയുടെ വീട്ടിൽ രോഗം നിൽക്കുന്നു. പതിവില്ലാതെ എനിക്ക് എന്തോ പന്തിയോട് തോന്നി. ഒരു ചെറിയ സംശയം. ഞാൻ അവനോട് ചോദിച്ചു, എന്താ ചോദിച്ചു? എന്തോടെ രോഗം ഇവിടെ നിൽക്കുന്നേന്ന്. അവൻ ഉടനെ പറയുവാ, ഗിരിജയ്ക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നിയാന്ന് അവനാ ജീവൻ രക്ഷിച്ചെന്ന്. അല്ല, അതിനില്ല. ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ലോ. അതിന് നിനക്കെന്തോ ഇത്ര ദീനവനാ? വയറിങ് പോലും വലിക്കാതെ അവളുടെ വീട്ടിൽ നിന്നോ. കേട്ടോ, ഞാൻ അവിടെ വയറിങ് ചെയ്തിട്ടില്ല, കൃത്രിമ ശ്വാസം കൊടുത്തെന്ന. അല്ലടി, ഇതുപോലൊരവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട്. അതപ്പൊ കൃത്രിമ ശ്വാസമല്ല, ശ്വാസം വിട്ടത് എന്തോ കൃത്രിമമായിരുന്നു.